LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം ചർച്ചകൾ അന്തിമഘട്ടത്തിലെന്ന LDF കൺവീനർ പേരാവൂരിൽ KK ശൈലജ തന്നെ മത്സരിക്കും. തളിപ്പറമ്പിൽ PK ശ്യാമള സ്ഥാനാർത്ഥി. ജില്ലാ നേതൃത്വം നൽകിയ ശുപാർശകൾ തള്ളി സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി വിടാൻ ഒരുങ്ങി G സുധാകരൻ. മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അംഗത്വം പുതുക്കില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. അനുനയിപ്പിക്കാൻ നേതൃത്വം. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ കപ്പലിന് നേരെ ആക്രമണം. ഒരാൾ മരിച്ചു, 101 പേരെ കാണാതായി, 78 പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ട്. ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു. കുവൈറ്റിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് 13 വയസ്സുകാരി മരിച്ചു. സൗദിയിലെ റാസ് തനൂറ റിഫൈനറിക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണ ശ്രമം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർ ഇഡിക്ക് മുൻപിൽ. ചോദ്യം ചെയ്യുന്നത് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ ജയിലിന് പുറത്തേക്ക്. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ദ്വാരപാലക ശില്പക്കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്യസഭയിലേക്കെന്ന സൂചന. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കും. മകൻ ഉപമുഖ്യമന്ത്രിയായേക്കും. മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കും. മലയാളം ഇനി ഭരണഭാഷ. സുപ്രധാന നിർദ്ദേശങ്ങളടങ്ങിയ മലയാള ഭാഷാ ബില്ലിൽ ഒപ്പിട്ട് ഗവർണർ. ഗവർണർ അംഗീകാരം നൽകിയതോടെ നിയമം പ്രാബല്യത്തിലാകും. വാർത്താ അവതാരക സ്വപ്ന B. നായർ 15,000 രൂപ പ്രശസ്ത ശില്പവും. പരിപാടി ഗുഡ് മോർണിംഗ് കേരളം, അമൃത ടെലിവിഷൻ. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് തിളക്കത്തിൽ അമൃത TV. മികച്ച വാർത്താ അവതാരക സ്വപ്ന B. നായർ. മികച്ച ടെലിസീരിയൽ മഴയെത്തും മുൻപേ. ഇതിലെ അഭിനയത്തിന് മികച്ച നടനായി കൃഷ്ണചന്ദ്രനെയും മികച്ച നടിയായി ശ്രീധന്യയെയും തിരഞ്ഞെടുത്തു.